വാട്ട് ഈസ് ഓൾ ദിസ് ധ്രുവ? ആദി ചോദിച്ചു. വാട്ട്സപ്പ്? ഒരു സിഗരറ്റ് കത്തിച്ച് വലിച്ചുകൊണ്ട് ധ്രുവ് ഒരു കൂസലുമില്ലാതെ ചോദിച്ചു. നീ എന്തിനാ ദേവുവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? ആ കുട്ടി നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നത്? ദേവു പറയുന്നത് ശരിയല്ലേ? അവനുള്ളപ്പോൾ അവൻ്റെ താലി അഴിച്ചു വെച്ചുകൊണ്ട് ദേവു നിന്റെ ഒപ്പം വരുമോ? എനിക്ക് തോന്നുന്നില്ല, ആദി പറഞ്ഞു. നോക്കാദി, എൻ്റെ നല്ലതിന് വേണ്ടി ആരും പറയണ്ട. എനിക്കെന്താണോ നല്ലത് അത് ഞാൻ ചെയ്യും. ധ്രുവ് ജീപ്പിൻ്റെ ബോണറ്റിൽ നിന്നിറങ്ങി സിഗരറ്റ് താഴെയിട്ട് ചവിട്ടിക്കെടുത്തിക്കൊണ്ട് പറഞ്ഞു. എന്തായാലും ഞാൻ ഉണ്ടാകും നിന്റെ കൂടെ, അത് ഉറപ്പാണ്, ആദി പറഞ്ഞു. അത് കേട്ട് ധ്രുവ് ചിരിച്ചുകൊണ്ട് ആദിയുടെ തോളിൽ കൈവച്ചു. അപ്പോഴാണ് അവിടേക്ക് വിന്ദയും ദേവുവും അവരുടെ അച്ഛനും അമ്മയും വന്നത്. ഞങ്ങൾ ഇറങ്ങുവാണ് മക്കളെ, കൃഷ്ണൻ പറഞ്ഞു. കൊണ്ടാക്കണോ? ധ്രുവ് ചോദിച്ചു. വേണ്ട മോനെ, ഞങ്ങൾ നടന്നു പൊക്കോണ്ട്, മീര പറഞ്ഞു. സൂക്ഷിച്ചു പോണേ, ആദി പറഞ്ഞു. ശരി മക്കളെ, സുരേഷ് പറഞ്ഞു. ധ്രുവ് ദേവുവിനെ ഒന്ന് നോക്കി. എന്നാൽ അവളിൽ നിന്ന് ഒരു നോട്ടം പോലും അവൻ്റെ നേരെ വന്നില്ല. വിന്ദ ആദിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ ചിരി കണ്ട് ആദി ഒന്ന് തിരിച്ചു പുഞ്ചിരിച്ചു. അവർ എല്ലാവരും മുന്നോട്ട് നടന്നു. ധ്രുവ് ദേവുവിനെ ഒന്ന് നോക്കിയെങ്കിലും അവൾ അവനെ തിരിഞ്ഞു നോക്കിയില്ല. എന്തോ അന്ന് ആദ്യമായി അവന് നെഞ്ചിലൊരു വിങ്ങലായി തോന്നി. എന്നാൽ അതവൻ പുറത്ത് കാണിച്ചില്ല. ആദി, ഇനി നമുക്ക് അന്വേഷിക്കേണ്ടത് ആനന്ദിൻ്റെ മരണകാരണമാണ്. അതിന് ആദ്യം തന്നെ ഒരു എൻക്വയറി വേണ്ടിവരും. അതിനുവേണ്ടി ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ആനന്ദുമായി ചെറിയ കണക്ഷൻ ഉള്ളവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നാളെ തന്നെ സ്റ്റാലിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് കുഴിച്ചു തുടങ്ങണം, ധ്രുവ് ഉറപ്പോടെ പറഞ്ഞു. ആദി ഉറപ്പോടെ മൂളി. രാത്രി 9:30 സ്റ്റാലിൻ്റെയും മീനുവിൻ്റെയും ഫുഡ് കഴിക്കൽ കഴിഞ്ഞിരുന്നു. ഹേയ് മീനു ബേബി, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ്. നീ ഇവിടെ ഈ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കാതെ ഒരു ഗ്ലാസ് പാലും എടുത്ത് റൂമിലേക്ക് വാ, സ്റ്റാലിൻ പറഞ്ഞു. അത് കേട്ട് മീനു ഞെട്ടിക്കൊണ്ട് കഴുകിയ പാത്രം സിങ്കിലിട്ട് തിരിഞ്ഞു അവനെ നോക്കി. ഹേയ് മീനു, ഞാൻ വെറുതെ പറഞ്ഞതാ, നീ പേടിക്കണ്ട. ബട്ട് ചിക്കൻ ബിരിയാണി വാങ്ങി വിശക്കുന്നവൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് കഴിക്കണ്ട, നോക്കിയിരുന്നാ മതി എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അവൻ എത്രത്തോളം അതിലേക്ക് അങ്ങനെ നോക്കിയിരിക്കും? വിശപ്പ് കൂടുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് അങ്ങ് പാഞ്ഞു വന്നോളും. അതിനു മുന്നേ ഇച്ചായനോട് വന്ന് കഴിച്ചോളാൻ പറയണേ മീനു, സ്റ്റാലിൻ പറഞ്ഞു. അവൻ പറയുന്നത് കേട്ട് മീനുവിന് തന്നെ നാണം വന്നു. അവൾ വേഗത്തിൽ തിരിഞ്ഞു നിന്നു പാത്രം കഴുകാൻ തുടങ്ങി. മീനു, നീ എൻ്റെ കൂടെ കിടന്നാൽ മതി, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, സ്റ്റാലിൻ പറഞ്ഞു. മീനു ഒന്ന് മൂളി. സ്റ്റാലിൻ അവിടെ നിന്നും പോയതും മീനു തിരിഞ്ഞൊന്ന് നോക്കി. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. പാത്രമെല്ലാം കഴുകി എല്ലായിടത്തെയും ലൈറ്റ് ഓഫാക്കിക്കൊണ്ട് മീനു റൂമിലേക്ക് കയറി വാതിലടച്ചു കുറ്റിയിട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കി. അവിടെ കട്ടിലിൽ സ്റ്റാലിൻ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. മീനു അവൻ്റെ അടുത്ത് ചെന്ന് കട്ടിലിൻ്റെ സൈഡിലായി അവൾ ഇരുന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കി. ബെഡ് ലാമ്പിൻ്റെ വെളിച്ചത്തിൽ അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി അങ്ങനെ ഇരുന്നു. ട്രിം ചെയ്ത താടിയും വെട്ടിയൊതുക്കിയ മീശയും മുടിയും ഇടത്തെ പുരികത്തിലുള്ള വെട്ടും കാണാൻ നല്ല ഭംഗിയാണ് എന്ന് മീനുവിന് തോന്നി. ഫാനിൻ്റെ കാറ്റിൽ തലമുടി അവൻ്റെ മുഖത്തേക്ക് പാറി വീഴുന്നുണ്ടായിരുന്നു. ഉറങ്ങുമ്പോൾ അവനെ കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ് എന്ന് മീനുവിന് തോന്നി. അവൾ പതിയെ അവൻ്റെ നെറ്റിയിലൂടെയും മുടിയിലൂടെയും പതിയെ വിരൽ ഓടിച്ചു. പതിയെ അവൾ എഴുന്നേറ്റ് അവനെ പുതച്ചു കൊടുത്തുകൊണ്ട് അവിടെ നിന്നും പോയി. അവൻ്റെ അടുത്തായി അവൾ ചെന്ന് കിടന്നു. മീനുവിൻ്റെ ചുണ്ടിൽ എന്തെന്നില്ലാത്ത പുഞ്ചിരി തങ്ങിയിരുന്നു. പിറ്റേ ദിവസം ദേവു നേരത്തെ എഴുന്നേറ്റു. ദേവുവിന് അന്ന് ഡാൻസ് പഠിപ്പിക്കാൻ പോകേണ്ടതാണ്. അവൾ ചെന്ന് കുളിച്ച് കടുനീല കളർ ധാവണി ഉടുത്തു. മുടി കുളിപ്പിന്നിൽ ഇട്ടുകൊണ്ട് നെറ്റിയിൽ ഒരു കുഞ്ഞു കറുത്ത പൊട്ട് വെച്ചു. റൂമിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ വിന്ദ വന്നിരിപ്പുണ്ടായിരുന്നു. നീ വന്നോ കുഞ്ഞാറ്റേ? ദേവു ചോദിച്ചു. നീയല്ലേ പറഞ്ഞേ ഇന്ന് 8 മണിക്ക് തന്നെ ക്ലാസ് തുടങ്ങണമെന്ന്? അതാ, വിന്ദ പറഞ്ഞു. അമ്മ, ഞാൻ ഇറങ്ങുവാണേ, വന്നിട്ട് കഴിക്കാം. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞേക്ക്, ദേവു വിളിച്ചു പറഞ്ഞു. ശരി മോളെ. കുഞ്ഞാറ്റേ, നീ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ, ഇവിടുന്ന് കഴിക്കാം, മീര അവിടേക്ക് വന്നോണ്ട് പറഞ്ഞു. ശരി അമ്മായി, വിന്ദ പറഞ്ഞു. അങ്ങനെ വിന്ദയും ദേവും ചെരുപ്പിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിലേക്ക് നടന്നു. എന്തായി നിന്റെ ശിവേട്ടൻ്റെ കാര്യം? വിന്ദ ചോദിച്ചു. കുഞ്ഞാറ്റേ, എൻ്റെ അടുത്ത് ഇനി അയാളുടെ കാര്യമേ പറയാൻ നിൽക്കരുത്, ദേവു പറഞ്ഞു. അതെന്താ, നീ എല്ലാം നിർത്തിയോ? വിന്ദ ചോദിച്ചു. നിർത്തിയിട്ടില്ല. ഞാനിനി അയാളുടെ മുന്നിൽ പോയി നിൽക്കില്ല കുഞ്ഞാറ്റേ. അയാൾക്ക് ഞാനില്ലെങ്കിലും അതൊരു പ്രശ്നമല്ല എന്നെനിക്ക് മനസ്സിലായി, ദേവു പറഞ്ഞു. പോട്ടെ, സാരമില്ല, വിന്ദ ദേവുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദേവും വിന്ദുവും മുന്നോട്ട് നടന്നു. അപ്പോഴാണ് മുന്നിലുള്ള വഴിയിൽ ഒരു ആൾക്കൂട്ടം കണ്ടത്. ദേവും വിന്ദുവും വേഗം അങ്ങോട്ട് ചെന്നു. ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി അവർ രണ്ടുപേരും മുന്നിലെത്തി. അവിടേക്ക് ചെന്ന ദേവും വിന്ദുവും ഒരു നിമിഷം ഞെട്ടിപ്പോയി. അവിടെ 2 പേരെ എടുത്തിട്ട് പഞ്ഞിക്കിടുവാണ് ധ്രുവനും ആദിയും. അവർക്ക് ചുറ്റും പോലീസുണ്ട്. എല്ലാവരും ആ കാഴ്ച നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്.
ഇടിച്ച അവന്മാർ ഒരു വിധമായതും ധ്രുവൻ ആദിയും പിന്മാറിക്കൊണ്ട് പറഞ്ഞു, വണ്ടിയിലെടുത്തിട് ഇവന്മാരെ. ഷർട്ടിൻ്റെ കൈമടക്ക് കയറ്റിവെച്ചുകൊണ്ട് ധ്രുവ് പറഞ്ഞു, മുഖത്തേക്ക് വീണ മുടിയിഴകളെ മാറ്റി ഒതുക്കിക്കൊണ്ട്. അവൻ തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന ദേവുവിനെ കണ്ടതും ഒരുമിച്ചായിരുന്നു. അവൻ തന്നെ കണ്ട് എന്ന് മനസ്സിലാക്കിയ ദേവു വേഗം വിന്ധ്യയുടെ കൈപിടിച്ചുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നിരുന്നു. ഏയ് അഞ്ജലി! ധ്രുവ് വിളിച്ചുകൊണ്ട് ദേവുവിൻ്റെ പിറകെ ചെന്നു. എന്നാൽ ദേവു തിരിഞ്ഞു നോക്കാതെ വേഗത്തിൽ തന്നെ നടന്നു. ദേവാഞ്ജലി നിൽക്ക്! ധ്രുവ് വിളിച്ചു പറഞ്ഞു. എന്നാൽ ദേവു തിരിഞ്ഞു നോക്കിയില്ല. കൂടെ നടന്ന ആ വിന്ധ്യയ്ക്കാണെങ്കിൽ പേടിയായി തുടങ്ങി. ദേവു ഒന്ന് നിൽക്കടി, എനിക്ക് പേടിയാകുന്നു. അയാൾ എന്തിനാ വിളിക്കുന്നേ എന്നറിയാലോ. എന്തിനാ നീ ആളെ ദേഷ്യം പിടിപ്പിക്കുന്നത്? വിന്ധ്യ ചോദിച്ചു. എനിക്ക് അയാളോട് സംസാരിക്കാൻ താല്പര്യമില്ല, അത്ര തന്നെ. ഒരു ദേവാഞ്ജലി, നീ വന്നേ എന്ന് പറഞ്ഞ് വിന്ധ്യയുടെ കൈപിടിച്ച് തിരിഞ്ഞ ദേവുവിന് മുന്നിൽ കൈ പിണച്ചു കെട്ടി നിൽക്കുന്നവനെ കണ്ട് ഒന്ന് ഞെട്ടി. ധ്രുവൻ്റെ അടുത്ത് തന്നെ ആദിയും ഉണ്ടായിരുന്നു. വിന്ധ്യ നൈസായി ദേവുവിൻ്റെ അടുത്ത് നിന്നും മാറി നിന്നു. എന്താ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുന്നത്? ഒന്ന് മാറി നിൽക്കോ, എനിക്ക് പോണം. ദേവു പറഞ്ഞു. നീ എന്താ വിളിച്ചിട്ട് വിളി കേൾക്കാത്ത പോലെ പോയത്? ആൻസർ മേ. ദേഷ്യം മടക്കി ധ്രുവ് പറഞ്ഞു. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, അത് തന്നെ കാര്യം. ദേവു പറഞ്ഞു. എന്തുകൊണ്ട്? ധ്രുവ് അലറിക്കൊണ്ട് ചോദിച്ചു. ദേവു ഒന്ന് ഞെട്ടി. ആദിയും വിന്ധ്യയും അവിടെയുള്ളവരും അവരെ തന്നെ നോക്കി. ശിവേട്ടാ, എന്തിനാ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത്? ഞാൻ അവിടെ അടുത്തല്ലേ നിൽക്കുന്നത്? ദേവു പറഞ്ഞു. എന്നാൽ ഉത്തരം പറ, ധ്രുവ് ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരില്ല എന്ന്. നിങ്ങൾക്ക് ഞാൻ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒരുപോലെയാണ്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, ദേവു പറഞ്ഞു. ദേവാഞ്ജലി, ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു. ധ്രുവ് പറഞ്ഞു. ഐ ഡോണ്ട് നീഡ് ടു ഹിയർ ദാറ്റ് എക്സ്പ്ലനേഷൻ. ദേവു പറഞ്ഞു. പിന്നെന്താ വേണ്ടത് നിനക്ക്? ധ്രുവിന് ദേഷ്യം കൂടി. നിങ്ങളൊന്ന് മുന്നിൽ നിന്ന് മാറി നിൽക്കുമോ, എനിക്ക് പോണം. ദേവു പറഞ്ഞു. അഞ്ജു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ധ്രുവ് പറഞ്ഞു. വാട്ട് ഡു ഐ നീഡ് ഫോർ ദാറ്റ്? ദേവു ചോദിച്ചു. ധ്രുവ് കൈ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചിട്ട് ദേഷ്യത്തെ നിയന്ത്രിച്ചുകൊണ്ട് അവളുടെ നേരെ നിന്നു. ആദിയും വിന്ധ്യയും മുഖത്തോട് മുഖം നോക്കി. ധ്രുവ് എന്ത് ചെയ്യാൻ പോകുകയാണെന്ന പുറപ്പാടിൽ ദേവു അവൻ വരുന്നതിനനുസരിച്ച് പിന്നിലേക്ക് നടന്നു നീങ്ങി. എന്നാൽ അതിനടുത്ത നിമിഷം ധ്രുവ് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ വലിച്ചടുപ്പിച്ചു. ദേവു അവൻ്റെ നെഞ്ചിൽ പോയി ഇടിച്ചു നിന്നു. അവൾ അവനിൽ നിന്നും മാറാൻ ശ്രമിച്ചെങ്കിലും വിട്ടില്ല. ആദിയും വിന്ധ്യയും അവരെ തന്നെ നോക്കി നിന്നു പോയി. ദേവു ധ്രുവനിൽ നിന്ന് കുതറി മാറാൻ ശ്രമിച്ചുവെങ്കിലും അവളെ കൊണ്ട് കഴിഞ്ഞില്ല. ധ്രുവ് അവളുടെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ചതും അവൾ മുഖം അവനിൽ നിന്നും തിരിച്ചു. എന്നാൽ ധ്രുവ് ദേവുവിൻ്റെ കവിളിൽ അമർത്തി പിടിച്ചിട്ട് അവളുടെ നേരെ മുഖം അടുപ്പിച്ചു. ദേവു ഒന്ന് തിരിഞ്ഞു. അടുത്ത നിമിഷം ധ്രുവൻ്റെ ചുണ്ട് ദേവുവിൻ്റെ ചുണ്ടിൽ അമർന്നു. എന്നാൽ എവിടെ നിന്നോ വന്ന ഒരു പിസ്റ്റൾ ബുള്ളറ്റ് ദേവുവിൻ്റെ കയ്യിലേക്ക് തറച്ചു കയറി. എല്ലാം ഒരു നിമിഷം കൊണ്ട് ദേവു ധ്രുവൻ്റെ നെഞ്ചിലേക്ക് വീണു. അവളുടെ കയ്യിലൂടെ രക്തം ഒഴുകിയിറങ്ങി.